KTUവിൻ്റെ 2024 സ്കീമിലെ PCCST 302 എന്ന് പറയുന്ന തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ആ ഒരു പേപ്പറിലെ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിന്നിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതെന്ന് പറയുന്നത് തേർഡ് സെമസ്റ്ററിലെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ്. ഇവിടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിംഗ് മോഡൽസിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണെങ്കിൽ പോലും നമ്മൾ അതിനൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള സ്കെച്ച് ഉണ്ടാക്കി ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തുന്നതെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടും കോസ്റ്റ് എഫിഷ്യൻ്റായിട്ടും ഒക്കെ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഡെവലപ്മെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ അതിൻ്റേതായ പ്രോപ്പർ രീതിയിൽ വേണ്ട രീതിയിലുള്ള സ്റ്റെപ്സൊക്കെ എടുത്തിട്ട് അതായത് അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് ആ മോഡലിനെ ബേസ് ചെയ്തിട്ട് അത് റിയൽ ടൈമായിട്ട് നമ്മൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ സബ്ജക്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കമ്പ്യൂട്ടിംഗ് മോഡൽസ് അതൊക്കെയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മോഡ്യൂളാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ആ ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യം നമ്മൾ പറയുന്നത് മോട്ടിവേഷൻ ഫോർ ദ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പഠിക്കാനുള്ള മോട്ടിവേഷൻ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ ഫോർ എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ഡു ആൻഡ് കനോട്ട് ഡു. അതായത് നമ്മൾ ഏതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും നമ്മൾ പുതിയതായിട്ടൊരു അൽഗോരിതമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമോ ഒരു എംബഡഡ് സിസ്റ്റമോ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്താണ് നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലം ആണെങ്കിൽ എത്ര എഫിഷ്യൻ്റായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിന് എത്രത്തോളം ലിമിറ്റേഷനുണ്ട്, അതിൽ നമ്മുടെ കമ്പ്യൂട്ടേഷൻ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം, എഫിഷ്യൻറ്റ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടിംഗ് മോഡൽസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ദ understanding of this particular computing models. Okay, so we should have a deep understanding of what computers can do and cannot do, and how efficiently problems can be solved, and what are the fundamental limitations of computation. So based on that we can develop new models. Okay, so അതാണ് ഈ ഇതിൽ നമ്മൾ പറയുന്നത്. സോ അതോടൊപ്പം തന്നെ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ മോഡൽസ് എന്ന് പറയുന്നത് നമുക്കൊരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കായിട്ടാണിത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള അൽഗോരിതംസ് ഡിസൈൻ ചെയ്യാനും കമ്പ്യൂട്ടിംഗ് മോഡൽസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിന് പുതിയ പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ അപ്രോച്ചസ് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ മോഡൽസ് വഴി സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മോഡൽസ് യൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇതോടൊപ്പം തന്നെ നമുക്ക് സോൾവബിൾ പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എത്ര എഫിഷ്യൻ്റ് അൽഗോരിതം ഉണ്ടാക്കിയാലും അത് നമുക്ക് സോൾവബിൾ ആയിരിക്കില്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. നമുക്ക് അഡ്വാൻസ്ഡ് റിസോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കേസിൽ പോലും നമുക്ക് ചിലപ്പോൾ ചില പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഫീസിബിൾ ആണോ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ ഒരു ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ആ ഒരു മാത്തമാറ്റിക്കൽ മോഡൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് പല പല കോംപ്ലക്സിറ്റീസ്, നമ്മുടെ പ്രോബ്ലത്തിന് പല ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പല കോംപ്ലക്സിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അൽഗോരിതം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ മോഡൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പ്യൂട്ടേഷണൽ മോഡലിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനും ഈ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ്സ് ഇൻ ദ capabilities and limitations of various models of computation like Turing machines and automata. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഈ ആ ഒരു മോഡലിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. Then this computability theory provides a rigorous mathematical framework for understanding the nature of computation. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടേഷനിൽ എന്തൊക്കെ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് ആവശ്യം, അതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്കാണ് ഈ കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഇൻ്റർഡിസിപ്ലിനറി ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണ്. സോ ഇറ്റ് റൈസസ് ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ നേച്ചർ ഓഫ് കമ്പ്യൂട്ടേഷൻ, അൽഗോരിതംസ് ആൻഡ് ദ ലിമിറ്റ്സ് ഓഫ് knowledge. So studying computability theory provides a strong theoretical foundation for understanding power and limitations of computation, which is essential for anyone involved in designing, developing or using computers and algorithms. So this is the main reason for studying computability theory. സോ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമുക്കൊരു തിയററ്റിക്കൽ ഫൗണ്ടേഷൻ കിട്ടും. ആ ഫൗണ്ടേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻ്റെ പവറും അതിൻ്റെ ലിമിറ്റേഷൻസും ഒക്കെ അറിയാൻ കഴിയും. അപ്പോൾ അതിലൂടെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഡിസൈനിങ്ങും ഡെവലപ്പിങ്ങും അൽഗോരിതം ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് നീഡ് ഫോർ മാത്തമാറ്റിക്കൽ മോഡലിംഗ്. എന്തിനാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്രസ്സിങ് റിയൽ വേൾഡ് പ്രോബ്ലംസ് അക്രോസ് വേരിയസ് ഡിസിപ്ലിൻസ്. നമുക്കിപ്പം റിയൽ വേൾഡ് പ്രോബ്ലം എന്ന് പറയുന്നത് അത് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം തന്നെ ആവണമെന്നില്ല. നമുക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മുടെ ചുറ്റിലും വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസിനെ, റിയൽ വേൾഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ട്രാൻസ്ലേറ്റിംഗ് കോംപ്ലക്സ് സിറ്റുവേഷൻസ് ഇൻ ടു മാത്തമാറ്റിക്കൽ ടേംസ്. നമ്മൾ ആ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ മാത്തമാറ്റിക്കൽ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യും. ദെൻ അതിനെ യൂസ് ചെയ്തുകൊണ്ട് പ്രഡിക്ഷൻസ് എനേബിൾ ചെയ്യും. ദെൻ അതിനെ അനലൈസ് ചെയ്യും. അതിനുശേഷം ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യും. ഇതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് പല ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്. ആ മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ടും എഫിഷ്യൻ്റായിട്ടും ചെയ്യാം എന്നുള്ളതാണ് ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള നീഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇത് തന്നെ നമുക്ക് പല രീതിയിലും നമ്മൾ പല മേഖലകളിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ കേസിലാണെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെ സിമുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അൽഗോരിതംസിനെ മോഡലിംഗ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ വിർച്വൽ വേൾഡ്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ വിർച്വൽ റിയാലിറ്റി പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡെവലപ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നത് ആ ഒരു ഫ്രെയിംവർക്ക് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തും പല രീതിയിൽ നമുക്കതിനെ എഫിഷ്യൻ്റാക്കി എടുക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രിഡ്ജസ് ഡിസൈൻ ചെയ്യാൻ, പ്രെഡിക്റ്റിംഗ് ദി ബിഹേവിയർ ഓഫ് സ്ട്രക്ചേഴ്സ് അണ്ടർ സ്ട്രെസ്, ഓപ്റ്റിമൈസിങ് പ്രോസസ്സസ് ഇൻ മാനുഫാക്ചറിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ അതുപോലെ തന്നെ എക്കണോമിക്സ് ഫീൽഡിലാണെങ്കിലും സയൻസ് ഫീൽഡിലാണെങ്കിലും ഒക്കെ നമ്മൾ പലയിടത്തും മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെ കേസിൽ എക്കണോമിക് ട്രെൻഡ്സിനെ ഫോർകാസ്റ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് മോഡൽ ചെയ്യാൻ, റിസോഴ്സ് അലൊക്കേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ, അതുപോലെ പല ടൈപ്പ് ഓഫ് അനാലിസിസിനൊക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ സയൻസിൻ്റെ കേസിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഡിസീസ് ഔട്ട്ബ്രേക്സിനെ കുറിച്ചും ബയോളജിക്കൽ സിസ്റ്റംസ് സിമുലേറ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പല ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് എ പവർഫുൾ ടൂൾ ദാറ്റ് അലോസ് us to understand the world around us, making predictions about the future and make informed decisions to address complex challenges according to various sources. So അപ്പോൾ ഇതൊക്കെയാണ് നീഡ് ഫോർ മാത്തമാറ്റിക്കൽ മോഡലിംഗ്. ഇനി ഈ മാത്തമാറ്റിക്കൽ മോഡൽസിന് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് നമ്മൾ നോർമലി പറയാറുണ്ട്. സോ അപ്പോൾ ആ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ആ ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ നമ്മൾ പല ടൈപ്പ് ഓഫ് മോഡലുകളുണ്ട്. നമ്മളത് വളരെ ഈസി ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഓട്ടോമേറ്റ മോഡലാണ് ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓൺ ഓഫ് സ്വിച്ച്. ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും ഒരു സ്വിച്ച് ഉപയോഗിക്കുന്നു. ആ സ്വിച്ചിന് ഏതൊക്കെ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം.
ആ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പം 2 സ്റ്റേറ്റുകളാണ് അതിനുണ്ടാവുക. ഒരു ഓഫ് സ്റ്റേറ്റും ഉണ്ടാവും, ഒരു ഓൺ സ്റ്റേറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനിഷ്യലി അത് ഓഫ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. സോ അപ്പോൾ ഓഫ് സ്റ്റേറ്റിലായിരിക്കുന്ന ഒരു സ്വിച്ചിനെ നമ്മൾ ആ സ്വിച്ചിലേക്ക് ജസ്റ്റ് ഒരു പുഷ് കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? അത് നേരെ ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പം ഓഫ് സ്റ്റേറ്റിലിരുന്ന ആ ഒരു സ്വിച്ച് ഓൺ സ്റ്റേറ്റിലേക്ക് മാറി. ദെൻ അതുപോലെ തന്നെ ഓൺ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഒരു പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഒരു പുഷ് കൊടുക്കുന്ന സമയത്ത് എഗെയിൻ അത് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ഓട്ടോമേറ്റ മോഡൽ പറയുന്നത് ഈ ഒരു ഓൺ ഓഫ് സ്വിച്ചിനെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പം ഈ ഒരു സ്വിച്ചിനെ നമ്മൾ ഒരു ഡയഗ്രം യൂസ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ഈ ഡയഗ്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസിഷൻ ഡയഗ്രം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് നമ്മൾ ഒരു ഡയഗ്രത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്തു. സോ ഇതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്വിച്ചിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ ആ സ്റ്റേറ്റ്സിനെ നമ്മൾ സർക്കിളിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഓഫും ഓണും 2 സ്റ്റേറ്റ്സ് ആണ് ഉള്ളത്. പിന്നെ ഇത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓഫ് സ്റ്റേറ്റിൽ നമ്മൾ ഈ ഒരു ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ്. സോ ആ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമ്മളൊരു ട്രാൻസിഷൻ അപ്ലൈ അല്ലെങ്കിൽ ഒരു ആക്ഷൻ അപ്ലൈ ചെയ്യുന്നു. പുഷ് എന്ന് പറയുന്ന ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് നേരെ ഓൺ സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതാണ് ഈ ആരോ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു ട്രാൻസിഷൻ ചേഞ്ചാണ് ഈ ആരോ മാർക്കിലൂടെ നമ്മൾ പറയുന്നത്. ദെൻ ആ ആരോ മാർക്കിൽ നമ്മളൊരു ക്യാപ്ഷൻ പോലെ അല്ലെങ്കിൽ അതിനൊരു ടൈറ്റിൽ പോലെ നമ്മൾ കൊടുക്കുന്നതാണ്. അതിൽ എന്താണോ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്തത്, ഇവിടെ പുഷ് ചെയ്തപ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് അത് മാറിപ്പോയത്. അപ്പോൾ ആ പുഷ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പെർഫോം ചെയ്ത ഒരു ആക്ഷനാണ്. അതിന് ഒരു ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ടാണത്. സോ അപ്പോൾ അതാണ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ അപ്പോൾ ഇനി ഇതിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. സോ അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Q, സിഗ്മ, ഡെൽ, Q0, F. ഇതൊരു 5 ടപ്പിൾ അല്ലെങ്കിൽ 5 സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ഒരു മാത്തമാറ്റിക്കൽ മോഡലിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ Q എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ ഓട്ടോമേറ്റിക്കകത്ത് എന്തൊക്കെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് നമ്മുടെ ഈ ഒരു ഓട്ടോമേറ്റയിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണോ ഉള്ളത് ആ സ്റ്റേറ്റ്സ് അതിൻ്റെ സെറ്റിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. അതുപോലെ അടുത്തതായിട്ട് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ് ആണ്. നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് സിമ്പിൾസ് ആണോ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് അതാണ് സിഗ്മയിൽ വരുന്നത്. ദെൻ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫങ്ഷൻസ് ആണ്. അതായത് നമ്മളൊരു ഇൻപുട്ട് ഒരു സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ലൈ ചെയ്യുന്നതിന് ആക്ഷൻ എന്താണ് വരുന്നത് അത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ട്രാൻസിഷൻ ഫങ്ഷൻ. ദെൻ Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഏതാണോ അതിനെ കാണിക്കുന്നതാണ് Q0. ദെൻ അതിനുശേഷം F എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ആവശ്യത്തിന് ഇൻപുട്ട് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അത് ഫൈനലി ഏത് സ്റ്റേറ്റാണോ റീച്ച് ചെയ്യുന്നത് അത് കാണിക്കുന്നതാണ് ഫൈനൽ സ്റ്റേറ്റ്. നമ്മളിപ്പം ഇനിഷ്യൽ സ്റ്റേറ്റായിട്ട് ഓഫ് സ്റ്റേറ്റ് എടുത്തു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമ്മൾ ഓൺ സ്റ്റേറ്റിനെ ഫൈനൽ സ്റ്റേറ്റാക്കി വെക്കാം. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് 2 ഡബിൾ സർക്കിളിനാണ് മാർക്ക് ചെയ്യേണ്ടത്. നോർമൽ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ജസ്റ്റ് എ സർക്കിൾ, സിംഗിൾ സർക്കിൾ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ആ സർക്കിളിലേക്ക് ഇൻകമിങ് ആരോ സ്റ്റാർട്ടിങ് വേറെ ഒരു പുഷും ഇല്ലാതെ ഒരു ഇൻകമിങ് ആരോ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റായിട്ട് കാണിക്കുന്നത്. സോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇനി എഴുതി കഴിഞ്ഞാൽ Q എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് അറിയാം. ഇവിടെ നമ്മുടെ സ്വിച്ചിനകത്തുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഓണും ഓഫുമാണ്. ഈ 2 സ്റ്റേറ്റ്സാണ് നമുക്ക് ഇതിനകത്തേക്ക് വരുന്നത്. ദെൻ അതുപോലെ തന്നെ രണ്ടാമത് സിഗ്മ എന്ന് പറയുന്നത്, സിഗ്മയിൽ നമുക്ക് ഇൻപുട്ടായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പുഷ് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. സോ അതാണ് നമ്മുടെ സിഗ്മ. ദെൻ അതിനുശേഷം ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റാണ്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓണാണ്.
ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓഫ് സ്റ്റേറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അതും കൊടുത്തു. ഇനി വരുമ്പോൾ ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കറൻറ്റ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അവിടെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻപുട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതെവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. സോ ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് ഡെൽ എന്നാണ് നമ്മളതിനെ കാണിക്കുന്നത്. ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെല്ല് കറൻറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ ഞാൻ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫായിരുന്ന സമയത്ത് ഒരു ഇൻപുട്ട് അപ്ലൈ ചെയ്തു. അതെന്ന് പറയുമ്പോൾ പുഷ് ഇൻപുട്ടാണ് അപ്ലൈ ചെയ്തത്. പുഷ് ഇൻപുട്ട് അപ്ലൈ ചെയ്തപ്പോൾ അതെങ്ങോട്ട് പോയി? ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയി. അതുപോലെ തന്നെ അടുത്ത ട്രാൻസിഷൻ ഫംഗ്ഷനായിട്ട് ഓണായിരുന്ന സ്റ്റേറ്റിൽ, കറൻറ്റ് സ്റ്റേറ്റ് ഓണായിരുന്നു, ആ ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പുഷ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത സമയത്ത് അത് നേരെ ഓഫ് സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതിനകത്ത് നടക്കുന്ന ആ ഒരു ട്രാൻസിഷൻസിനെ നമ്മൾ സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ട്രാൻസിഷൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മളെപ്പോഴും ഡെല്ല് വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഡെല്ലിൽ കറൻറ്റ് സ്റ്റേറ്റ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണോ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് അത് കൊടുക്കും. ദെൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു കറൻറ്റ് സ്റ്റേറ്റിൽ നമ്മൾ ഈ ഒരു ആക്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് ഏത് സ്റ്റേറ്റിലേക്കാണോ പോയത് അത് കാണിക്കുന്നതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഓട്ടോമേറ്റ മോഡലാണ് കോഫി വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. കോഫി വെൻഡിങ് മെഷീനിനകത്ത് നമുക്കറിയാം ഒരു കോഫി വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീനുണ്ട്. അപ്പോൾ ആ മെഷീൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. ആ ഇരിക്കുന്ന മെഷീനിലേക്ക് നമുക്കൊരു കോഫി എടുക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം നമ്മളൊരു കോയിൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എത്രയാണോ അതിന് സഫീഷ്യൻറ്റ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് നമ്മൾ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ആ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച ആ ഒരു ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ക്യാഷ് കറക്റ്റാണോ എന്ന് നോക്കുന്നു. അതായത് ആ ഒരു കോഫിക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ ഒരു കോഫി ഡിസ്പെൻസ് ചെയ്ത് കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും റിജക്ഷൻ വരിക, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മാറും. അപ്പോൾ അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കോഫി വെൻഡിങ് മെഷീനിൽ നമ്മൾ പറയുന്നത്. അതിനെ നമ്മളൊരു മോഡലായിട്ട് മാറ്റുന്ന സമയത്ത് ഇതിലിപ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ആ ഒരു സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അതൊരു ഇനിഷ്യൽ രീതിയിലിരിക്കണം, അതായത് ഐഡിയലായിട്ട് ഇരിക്കുന്നതായിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഐഡിയലായിട്ട് ഇരുന്ന സമയത്ത് ഞാൻ പേയ്മെൻറ്റ് നടത്തി, അതായത് ഒരു കോയിൻ ഇൻസേർട്ട് ചെയ്തു, 10 രൂപയിലോ വല്ലതും ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും? അടുത്തൊരു സ്റ്റേറ്റിലേക്ക് മാറും. ആ സ്റ്റേറ്റിന് നമ്മളിപ്പോൾ പേരിട്ടേക്കുന്നത് വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള സ്റ്റേറ്റ് കൊടുത്തു. അപ്പോൾ Q0 എന്ന് പറയുന്നത് ഐഡിയലായിട്ടിരിക്കുന്ന സ്റ്റേറ്റാണ്. Q1 എന്ന് പറയുന്നത് പേയ്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റാണ്. അതായത് ആക്ച്വലി നമ്മൾ കോയിൻ ഇട്ടിട്ട് വെയിറ്റിംഗ് ഫോർ പേയ്മെൻറ്റ്. സോ അപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് വന്നോ അല്ലെങ്കിൽ 10 രൂപ തന്നെയാണോ വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ അവിടെ നടത്തുന്നു. അതാണ് എങ്കിൽ, സഫീഷ്യൻ്റ് ആണ് എങ്കിൽ അത് പ്രോസസ്സിങ് പേയ്മെൻറ്റ് എന്നുള്ള അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. ദെൻ എഗെയിൻ ആ ഒരു പേയ്മെൻറ്റ് കൺഫേം സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു മെഷീൻ കൺഫേം ചെയ്യുകയാണ് എങ്കിൽ ഡിസ്പെൻസിങ് എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് പോകുന്നു, Q3 സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. സോ അപ്പം ഇവിടെ Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റാണ്. ആ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഐഡിയൽ സ്റ്റേറ്റ്. അവിടെ നമ്മളൊരു കോയിൻ ഇൻസേർട്ട് ചെയ്യുന്ന ആക്ഷൻ നടക്കുന്നു, അതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അത് സഫീഷ്യൻ്റ് ആണ് എന്നുള്ളൊരു ഇൻപുട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേനും Q2ലേക്ക് പോകുന്നു. അവിടെ നിന്ന് പേയ്മെൻറ്റ് കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് Q3ലേക്ക് പോകുന്നു. ആ Q3യിൽ ചെല്ലുമ്പോഴത്തേനും നമുക്ക് കോഫി ഡിസ്പെൻസ് ചെയ്ത് കിട്ടുന്നു. സോ അപ്പോൾ ഇത് നമുക്കൊരു ഫൈനൽ സ്റ്റേറ്റായിട്ട് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാത്തമെറ്റിക്കൽ മോഡലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എങ്കിൽ Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണെന്നറിയാം. അപ്പോൾ ഇവിടുത്തെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് Q0, Q1, Q2, Q3. ഇതിലുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എല്ലാം തന്നെ എഴുതി. ദെൻ ഇവിടുത്തെ സിഗ്മ എന്ന് പറയുന്നത് നമുക്ക് ഇൻസേർട്ട് കോയിൻ ഉണ്ട്. അപ്പോൾ കോയിനുണ്ട്, സഫീഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ നോക്കുന്ന ആ ഒരു ഇൻപുട്ടുണ്ട്.
പിന്നെ കൺഫേം, പേയ്മെൻറ്റ് കൺഫേം എന്ന് പറയുന്ന ഒരു ഇൻപുട്ടുണ്ട്. ഇത് മൂന്നുമാണ് സിഗ്മയ്ക്കകത്ത് വരുന്നത്. ദെൻ അതിനുശേഷം അടുത്ത് വരുന്നതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡെല്ലാണ്. അപ്പോൾ ആ ഡെല്ലിനകത്ത് നമ്മൾ സെറ്റ് എഴുതുന്ന സമയത്ത് ഡെൽ ഓഫ് Q0യിൽ കോയിൻ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ പോകുന്നത് Q1 സ്റ്റേറ്റിലേക്കാണ്. അതുപോലെ അടുത്തത് ഡെൽ ഓഫ് Q1 സ്റ്റേറ്റിൽ സഫിഷ്യൻ്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പോകുന്നത് Q2 സ്റ്റേറ്റിലാണ്. ദെൻ അടുത്ത ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽ ഓഫ് Q2 സ്റ്റേറ്റിൽ കൺഫേംഡ് എന്നുള്ള ഒരു ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് Q3 സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇത്രയും ട്രാൻസിഷൻസ് ആണ് നമുക്കിതിനകത്ത് വരുന്നത്. ദെൻ ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q0 എന്ന് പറയുന്നത് ഇവിടുത്തെ Q0 തന്നെയാണ്. ദെൻ ഫൈനൽ സ്റ്റേറ്റ് F എന്ന് പറയുന്നത് Q3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മോഡലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ആദ്യം കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രവും, ഇത് നമ്മൾ അതിൻ്റെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷനുമാണ് എഴുതിയത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു റെപ്രസെൻറ്റേഷനും കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ട്രാൻസിഷൻ ടേബിളാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ ടേബിൾ എന്ന് പറയുന്നത് ഒരു ടേബിൾ റെപ്രസെൻറ്റേഷൻ. അതായത് ഈ ടേബിൾ റെപ്രസെൻറ്റേഷനകത്ത് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണോ വരുന്നത് അതിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. Q0, Q1, Q2, Q3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇതിൽ ഇനിഷ്യൽ സ്റ്റേറ്റിനെ നമ്മൾ ഈ സ്റ്റേറ്റിൻ്റെ അവിടെ ഒരു ആരോ കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ ഫൈനൽ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആസ്ട്രിക് സൈൻ കൊടുത്തിട്ട് സ്റ്റാർ കൊടുത്തിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഇവിടെ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ഏതൊക്കെ ഇൻപുട്സ് ആണോ വരുന്നത് ആ ഇൻപുട്സ് നമ്മളിവിടെ എഴുതും. ഇവിടെ കോയിൻ ഇൻപുട്ട്, ദെൻ സഫിഷ്യൻ്റ് ആണോ എന്നുള്ള ഇൻപുട്ട്, ദെൻ കൺഫേം എന്നുള്ള ഇൻപുട്ട്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ Q0യിൽ കോയിൻ വരുമ്പോൾ അത് Q1ലേക്ക് പോകുന്നു. അടുത്ത് Q0യിൽ സഫിഷ്യൻറ്റും കൺഫർമേഷനും ഒന്നും വരുന്നില്ല. അടുത്ത് Q1ൽ നമുക്ക് സഫിഷ്യൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നേരെ Q2ലേക്ക് പോകുന്നു. അതുപോലെ Q2ൽ കൺഫർമേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് Q3ലേക്ക് പോകുന്നു. ഇങ്ങനെ നമ്മളൊരു ടേബിൾ ഫോർമാറ്റിൽ എഴുതാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ട്രാൻസിഷൻ ടേബിൾ എന്നും പറയാറുണ്ട്. ഇങ്ങനെ 3 രീതിയിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഓരോ മാത്തമാറ്റിക്കൽ മോഡലിന് അല്ലെങ്കിൽ ഒരു ഓട്ടോമേറ്റയ്ക്ക് ഉള്ളത്. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഓട്ടോമേറ്റ മോഡൽസ് ഉണ്ട്, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്, കമ്പ്യൂട്ടിംഗ് മോഡൽസ് എന്ന് പറയാം. ഇതെല്ലാം തന്നെ നമ്മൾ ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്ത് ആ മോഡലിലേക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ സിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു സിസ്റ്റം ഡിസൈനിങ്ങും സിസ്റ്റം ഡെവലപ്മെൻറ്റും എല്ലാം നടത്തുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന മാത്തമാറ്റിക്കൽ മോഡൽസിനെയൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ചധികം കമ്പോണൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി നോക്കുന്നത്. അതിൽ ആദ്യമുള്ളത് ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെറ്റ് ഓഫ് ഡിഫൈൻഡ് സിമ്പിൾസിനെയാണ് നമ്മൾ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുന്നു. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ നമുക്കതിനകത്ത് A to Z വരെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ആ ലെറ്റേഴ്സ് ചേർന്നിട്ടാണ് ഒരു വേർഡ് ഉണ്ടാകുന്നതും ആ വേർഡുകൾ ചേർന്നൊരു സെൻറ്റൻസ് ഉണ്ടാകുന്നു, പിന്നെയാണ് അതൊരു ലാംഗ്വേജ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0യും 1ഉമാണ് അതിൻ്റെ ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോരോ ഇൻഡിവിജ്വൽ സിമ്പിൾസ് അല്ലെങ്കിൽ ആ ഓരോരോ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സിഗ്മ ഈക്വൽ ടു A, B, സെറ്റ് ഓഫ് A, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു ആൽഫബറ്റിൻ്റെ സെറ്റിൽ നമുക്ക് എയും ബിയും ആണ് സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ടേമാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെയുള്ള ആൽഫബറ്റ്സിൻ്റെ ഈ സീക്വൻസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ നമ്മൾ ഈ ആൽഫബറ്റ്സ് എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു ഫൈനൈറ്റ് ലെങ്ത്തിലുള്ള സീക്വൻസ് ആയിരിക്കും.
ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്ട്രിങ് പറയത്തില്ല, എപ്പോഴും ഫൈനൈറ്റ് ആയിട്ട് ഉള്ള ഒരു ഇൻപുട്ട് സിമ്പിൾസിൻ്റെ സീക്വൻസിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്മ എന്ന് പറയുന്ന എ കോമ ബി, എയും ബിയും ആൽഫബറ്റ്സ് ആയിട്ടുള്ള ആ ഒരു ഇൻപുട്ട് ആൽഫബറ്റ്സിൻ്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ സ്ട്രിങ് ആണ്. എ ബി എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, ബി എ എന്ന് പറയുന്നത് വേറൊരു സ്ട്രിങ് ആണ്. ദെൻ അതുപോലെ തന്നെ എം ടി സ്ട്രിങ് ഉണ്ട്. എം ടി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽഫബറ്റ്സ് ഒന്നും ഇല്ലാതെ ഒരു നൾ സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എം ടി സ്ട്രിങ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഈ എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൽഫബറ്റ്സിൻ്റെ സീക്വൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സിമ്പിൾസിൻ്റെ സീക്വൻസിനെയാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ നമ്മളതിനെ വേർഡ് എന്ന് പറയും. നമ്മുടെ ലെറ്റേഴ്സിനെല്ലാം ചേർത്ത് വെച്ചിട്ട് ഓരോരോ വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം THE എന്ന് പറയുന്നതാണ് ദി എന്ന് പറയുന്നത്. അതുപോലെ ഓരോരോ വേർഡ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ അപ്പം നമ്മുടെ ഇൻപുട്ട് ആൽഫബറ്റ്സിൻ്റെ സീക്വൻസാണ് വേർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിവിടെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് പറയുന്ന സമയത്ത് ആൽഫബറ്റ്സിൻ്റെ സീക്വൻസിന് നമ്മൾ സ്ട്രിങ്സ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ലാംഗ്വേജ് എന്താണ് എന്നുള്ളതാണ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ട്രിങ്സ്, നമ്മൾ ഇൻപുട്ട് സിമ്പിൾസിനെ ചേർത്ത് വെച്ച് സ്ട്രിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജിൻ്റെ സ്ട്രിങ്സിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു ബൈനറി സ്ട്രിങ്സ് ഉണ്ട്. ആ ബൈനറി സ്ട്രിങ്സ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2 ഓവർ ദ ആൽഫബറ്റ് A, B. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുക, അതായത് ബൈനറി സ്ട്രിങ്സ് എന്ന് പറയുന്നത് അത് വേറെയാണ്. നമ്മളിപ്പോൾ ഒരു ബൈനറി നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ബൈനറി നമ്പർ സിസ്റ്റം എഴുതുമ്പോൾ 0 ഉണ്ട്, 1 ഉണ്ട്, 10 ഉണ്ട്, പിന്നെന്തുണ്ട് 11 ഉണ്ട്, ദെൻ 100 ഉണ്ട്. ഇതിങ്ങനെ പോകുന്നുണ്ട് അല്ലേ. ഇതിൽ ഓരോ സ്ട്രിങ്സും നമ്മൾ ഈ ഒരു പറഞ്ഞ ആൽഫബറ്റ്സിൻ്റെ സീക്വൻസാണ്. ഇതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ സ്ട്രിങ്ങും നമുക്ക് ഫൈനൈറ്റ് ആണ്. ഈ ഒരു ഗ്രൂപ്പിനെയാണ്, ഈ ഒരു സെറ്റിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേറൊരു എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2 ഓവർ ദ ആൽഫബറ്റ് A, B. അപ്പോൾ നമ്മുടെ ഈ എയും ബിയും ചേർന്നുള്ള കോമ്പിനേഷൻസിൽ ലെങ്ത് 2 വരുന്ന സ്ട്രിങ്സ് മാത്രം വരുന്ന സെറ്റാണ് ഈ ഒരു ലാംഗ്വേജിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആൽഫബറ്റ്സ് കോമ്പൈൻ ചെയ്ത് സീക്വൻസ് ഉണ്ടാക്കിയിട്ട് സ്ട്രിങ്സിനെ ജനറേറ്റ് ചെയ്യാം. ആ സ്ട്രിങ്സിനെ നമ്മളൊരു സ്പെഷ്യാലിറ്റി പറയുന്നു, ഒരു കൺസ്ട്രക്ഷൻ സ്പെഷ്യാലിറ്റി പറഞ്ഞുകൊണ്ട് ആ ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്സിനെ നമ്മൾ കാണിക്കുന്നതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ എന്നുള്ളതാണ്. ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഫോർമൽ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ ഫോർമൽ ഡെഫിനിഷൻ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്കറിയാം, ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്, കമ്പ്യൂട്ടേഷന് യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രിങ്സിൻ്റെ പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്യാം എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതിനെ നമ്മൾ ഫോർമലി ഡിഫൈൻ ചെയ്യുന്നത് ഒരു 5 ടപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഈ 5 ടപ്പിൾ എന്ന് പറയുന്നത് Q, സിഗ്മ, ഡെൽ, Q0, F ഇങ്ങനെ 5 സിമ്പിൾസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിനകത്ത് Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മൾ ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും കൂടി സെറ്റിനെയാണ് നമ്മൾ Q എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് സിമ്പിൾസ് ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആൽഫബറ്റ്സ് ഏതൊക്കെയാണോ അതിനെയാണ് നമ്മൾ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനാണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഇൻപുട്ട് സിമ്പിൾ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത ഏത് സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്നുള്ളതിനെ കാണിക്കുന്നതാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ. ദെൻ Q0 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ സ്റ്റേറ്റ് ഏതാണെന്ന് കാണിക്കുന്നു. ദെൻ F എന്ന് പറയുന്നത് ഇതിനകത്ത് അക്സെപ്റ്റൻസ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്ന് കാണിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ ഫോർമലി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക.
സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡലാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിന് നമ്മളൊരു അതിന് ഒരു മെഷീനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ മെഷീനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് 3 കമ്പോണൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. 3 കമ്പോണൻസ് ആണ് നമുക്കിതിന് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് അതിലൊരു ഇൻപുട്ട് ടേപ്പ് ഉണ്ടായിരിക്കും, ഇൻപുട്ട് ടേപ്പ് ഉണ്ടാവും. ദെൻ രണ്ടാമത് അതിനൊരു റീഡിംഗ് ഹെഡ് ഉണ്ടാവും. മൂന്നാമതായിട്ട് ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ടാവും. ഇങ്ങനെ 3 കമ്പോണൻസും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇതിനൊരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങും കൂടി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്കത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ്. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. ഈ ടേപ്പിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സെൽസ് ഇതുപോലെ ഉണ്ട്. ഈ ഓരോ സെൽസിലും നമുക്ക് ഓരോ ആൽഫബറ്റ്സിനെ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ എ ബി എ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൽഫബറ്റ്സിനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഇൻപുട്ട് ടേപ്പ് ഉണ്ട്. ദെൻ ഇവിടെ ഒരു ഫൈനൈറ്റ് കൺട്രോൾ ഉണ്ട്. ഈ ഫൈനൈറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഒരു ബോക്സായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതിനകത്ത് കുറേ സ്റ്റേറ്റ്സ് ഉണ്ട്. P0, P1, P2 അല്ലെങ്കിൽ Q1, Q2 എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം, ലേബിൾ ചെയ്യാം. P3, P4, P5 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിൽക്കുന്നുണ്ടാവും. ഇവിടുന്ന് ഈ ഫൈനൈറ്റ് കൺട്രോളിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് ടേപ്പിലേക്ക് ഒരു റീഡിംഗ് ഹെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഈ ഫൈനൈറ്റ് കൺട്രോള് ഒരു സ്റ്റേറ്റിലായിരിക്കുമല്ലോ നിൽക്കുന്നത്. ആ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് ഈ റീഡിംഗ് ഹെഡ് ഈ ഇൻപുട്ട് ടേപ്പിന് അകത്ത് ഇപ്പം കറൻ്റ്ലി പോയിൻ്റ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പലിനെ അത് റീഡ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ എയിനെയാണ് അത് റീഡ് ചെയ്തത്. അപ്പോൾ P0 സ്റ്റേറ്റിൽ നിന്നപ്പോൾ ഞാൻ എയിനെ റീഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രാൻസിഷൻ ഫങ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് എ എന്ന് പറയുന്ന ഇൻപുട്ട് സിമ്പലിന് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറും. ഇപ്പം നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ഡെൽ ഫങ്ഷൻ, ട്രാൻസിഷൻ ഫങ്ഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം. P0യിൽ നിന്നുകൊണ്ട് എ കിട്ടുവാണെങ്കിൽ അത് P1 എന്നുള്ള സ്റ്റേറ്റിലേക്ക് പോകണം എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P0 സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇവിടെ ഇൻപുട്ട് ടേപ്പിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്തത് സിമ്പൽ എ ആണ് എങ്കിൽ ഈ ഫൈനൈറ്റ് കൺട്രോൾ നേരെ P1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കറണ്ട് സ്റ്റാറ്റസ് മാറ്റും. അതേസമയം തന്നെ റീഡിംഗ് ഹെഡ് അടുത്ത ഇൻപുട്ട് സിമ്പലിനെ പോയിൻ്റ് ചെയ്യും. അപ്പം നമുക്ക് സീക്വൻസ് റീഡ് ചെയ്യാനുള്ള സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻപുട്ട് ടേപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. അറ്റ് എ ടൈം ഓരോരോ ഇൻപുട്ട് ക്യാരക്ടറിനെ വീതം റീഡ് ഹെഡ് റീഡ് ചെയ്യും. റീഡ് ചെയ്യുമ്പോൾ കറണ്ട് സ്റ്റേറ്റ് ഏതാണോ, ഇനി റീഡ് ചെയ്ത ഇൻപുട്ട് സിമ്പൽ ഏതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് അടുത്ത സ്റ്റേറ്റിലേക്ക് പോവുകയോ സെയിം സ്റ്റേറ്റിൽ റീറ്റെയിൻ ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ഇത് ഓരോരോ ട്രാൻസിഷൻ ഇൻപുട്ട് സിമ്പൽസിനെ റീഡ് ചെയ്ത് അവസാനം ഇതിൻ്റെ എൻഡിലെത്തും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഇൻപുട്ട് സ്ട്രിങ് ഇൻപുട്ട് ലെറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ സ്ട്രിങ് തീർന്നു. ഇനി നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സ്ട്രിങ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ലാസ്റ്റ് ട്രാൻസിഷൻ വന്ന് നിൽക്കുന്നത് ലാസ്റ്റ് ട്രാൻസിഷൻ വന്ന് നിൽക്കുന്ന സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആണ് എങ്കിൽ നമ്മൾ പറയും ഈ സ്ട്രിങ്ങിനെ ഈ പർട്ടിക്കുലർ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് നമ്മൾ പറയുന്നത്. ഏതൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ എടുത്താലും അതിനകത്ത് നമ്മൾ ഈ പറയുന്ന 3 കമ്പോണൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഇൻപുട്ട് ടേപ്പ്, റീഡിംഗ് ഹെഡ്, ഫൈനൈറ്റ് കൺട്രോൾ. ഇൻപുട്ട് ടേപ്പിലാണ് നമുക്ക് റീഡ് ചെയ്യേണ്ട സ്ട്രിങ്സിനെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റീഡിംഗ് ഹെഡ് യൂസ് ചെയ്ത് അറ്റ് എ ടൈം ഓരോ സിമ്പൽ വീതം നമ്മൾ റീഡ് ചെയ്യുന്നു. ഈ ഫൈനൈറ്റ് കൺട്രോൾ കറണ്ട് സ്റ്റേറ്റിനെയും റീഡ് ചെയ്ത ഇൻപുട്ടിനെയും ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ഏത് സ്റ്റേറ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് അത് മൂവ് ചെയ്യും.
അങ്ങനെ ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് അത് ഓരോരോ ഇൻപുട്ട് സിമ്പിൾസിനെ റീഡ് ചെയ്ത് ഓരോരോ സ്റ്റേറ്റ് മാറി മാറി അത് അവസാനം ആ സ്ട്രിങ് തീരുമ്പോൾ അത് നിൽക്കുന്ന സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആണ് എങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻപുട്ട് സ്ട്രിങ്ങിനെ ആ ഫൈനൈറ്റ് ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ മാച്ച് ഫൗണ്ട്, നമ്മൾ കൂടുതലും പാറ്റേൺ മാച്ചിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ട്രിങ്ങിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാറ്റേൺ മാച്ചായി എന്നുള്ള ഒരു രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിനെ ചെക്ക് ചെയ്യാനും അതിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഫൈനൈറ്റ് ഓട്ടോമേറ്റ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ആ സ്വിച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സർക്യൂട്ട് പോലെ തന്നെയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സിനൊക്കെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ ഓട്ടോമേറ്റ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കമ്പൈലറിൽ ലെക്സിക്കൽ അനലൈസറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വെബ് പേജസിൽ പാറ്റേൺസ് മാച്ചിങ്ങിൻ്റെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയ്ക്ക് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്നാമത് നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ട്രാൻസിഷൻ ഡയഗ്രാം യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ട്രാൻസിഷൻ ടേബിൾ യൂസ് ചെയ്യാം. ഈ 3 രീതിയിൽ നമുക്കൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ആദ്യം പറഞ്ഞ മാത്തമാറ്റിക്കൽ മോഡലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു 5 ടപ്പിൾ റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് Q, സിഗ്മ, ഡെൽ, Q0, F. Q എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ദെൻ സിഗ്മ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻപുട്ട് സിമ്പിൾസ്, ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫങ്ഷൻസ്, Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, F എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്സ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ എഴുതുന്നതാണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനെ തന്നെ നമുക്ക് ആയിട്ട് പിക്ചോറിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Q0 എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് A എന്ന് പറയുന്ന സിമ്പിൾ കിട്ടുമ്പോൾ അത് Q1ലേക്ക് പോകുന്നു. ദെൻ Q1ൽ നിന്നുകൊണ്ട് B എന്ന് പറയുന്ന ഒരു സിമ്പിൾ കിട്ടുമ്പോൾ അത് Q2ൽ പോകുന്നു. അത് അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് ആണ്. ഇങ്ങനെ നമ്മൾ ട്രാൻസിഷൻസ് ഒരു ഡയഗ്രമായിട്ട് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ട്രാൻസിഷൻ ടേബിളുണ്ട്. നമ്മൾ എല്ലാ ട്രാൻസിഷൻസും ഇതുപോലെ ടേബിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. ഈ ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് നമ്മൾ ഇതിനകത്തുള്ള സ്റ്റേറ്റ്സ് എല്ലാം തന്നെ കാണിക്കും. ദെൻ റൈറ്റ് സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാണോ അതെല്ലാം കാണിക്കും. ദെൻ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനെ നമ്മൾ ഇതുപോലെ ഒരു ആരോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഫൈനൽ സ്റ്റേറ്റിനെ ഇതുപോലെ ഒരു സ്റ്റാർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. എന്നിട്ട് ഓരോ സ്റ്റേറ്റിൽ ഇപ്പോൾ Q0ൽ A വരുമ്പോൾ ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് അത് അതിൻ്റെ നേരെ വരും. Q0ൽ B വരുമ്പോൾ എവിടെ പോകുന്നു എന്നുള്ളത് അത് അതിൻ്റെ നേരെ വരും. ഇങ്ങനെ ഓരോ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ട്രാൻസിഷൻസ് ഒരു ടേബിൾ ഫോർമാറ്റിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ നമുക്കൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ കാറ്റഗറീസ് ഓഫ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഉണ്ട്. ഫൈനൈറ്റ് ഓട്ടോമേറ്റ നമ്മൾ മെയിനായിട്ട് രണ്ടാമെന്ന് പറയാം. ഒന്ന് DFAയും മറ്റൊന്ന് NFAയും ആണ്. DFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നുള്ളതാണ്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. രണ്ടാമത് NFA എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. ഇങ്ങനെ 2 ടൈപ്പ് ഫൈനൈറ്റ് ഓട്ടോമേറ്റയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ DFA, അതുപോലെ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ NFA. ഇനി ഈ NFAക്ക് തന്നെ വേറൊരു വേരിയേഷനും കൂടിയുണ്ട്. NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷനും ഉണ്ട്, വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷനും ഉണ്ട്. വിത്തൗട്ട് എപ്സിലോൺ ട്രാൻസിഷൻ, അതുപോലെ തന്നെ NFA വിത്ത് എപ്സിലോൺ ട്രാൻസിഷനും ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമ്മൾ പോകെ പഠിക്കും. അപ്പോൾ ഇനി ഈ ഓരോ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്താണെന്നും അതൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്താണെന്നും അതെങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നും ഉള്ളത് നോക്കാം.
അപ്പോൾ DFA എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും NFA എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ സ്റ്റേറ്റ്സിലും എല്ലാ ഇൻപുട്ട് സിമ്പിൾസിനും ഓൾ ഇൻപുട്ട് സിമ്പിൾസ് have transitions in each state. ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റയ്ക്കകത്ത് ഏതൊക്കെ ഇൻപുട്ട് സിമ്പിൾസ് ഉണ്ടോ ആ എല്ലാ ഇൻപുട്ട് സിമ്പിൾസിലും എല്ലാ സ്റ്റേറ്റിലും ട്രാൻസിഷൻസ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് DFAയിൽ ഒന്നാമതൊരു കണ്ടീഷൻ പറയുന്നത്. എന്നാൽ NFAയ്ക്കകത്ത് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. It is not compulsory for all transitions for a particular input. Okay, അപ്പം എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ട് സിമ്പിൾസിനും ട്രാൻസിഷൻസ് ഉണ്ടായിരിക്കണം. അതും ഒന്നിലധികം ട്രാൻസിഷൻസ് പാടില്ല. സോ അപ്പം ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് സിമ്പിളിന് ഒരു സിംഗിൾ ട്രാൻസിഷൻ മാത്രമേ പാടുള്ളൂ. അതാണ് DFAയിൽ വരുമ്പോൾ. പക്ഷേ NFAയിൽ വരുമ്പോൾ മോർ ദാൻ വൺ ട്രാൻസിഷൻസ് ക്യാൻ ബി അലൗഡ്. അല്ലെങ്കിൽ 0 ട്രാൻസിഷൻസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരൊറ്റ ട്രാൻസിഷനേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷേ NFAയുടെ കേസിലാണെങ്കിൽ ഒരേ ഇൻപുട്ടിന് തന്നെ ഒന്നിലധികം ട്രാൻസിഷൻസ് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇത് ഈ DFAയും NFAയും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു സെറ്റ് ഓഫ് all strings ending with 0 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഇതാണ് Q0 സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ 0 വരാം, 1 വരാം, ഏത് വേണേലും വരാം അല്ലേ. അപ്പം 0 വന്നു, 1 വരുമ്പോഴത്തേനും ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം Q1 വന്നതിന് ശേഷം ഞാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ Q2 പോകാൻ പറയുന്നുണ്ട്. Q2 ഒരു ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനകത്ത് 0ക്കും ട്രാൻസിഷൻ വന്നിട്ടുണ്ട്, 1നും ട്രാൻസിഷൻ വന്നിട്ടുണ്ട്. ഇനി Q1 നോക്കിക്കഴിഞ്ഞാൽ 0ക്ക് ട്രാൻസിഷൻ വന്നു, 1ന് ട്രാൻസിഷൻ വന്നിട്ടില്ല. Q2 വന്ന് നോക്കുമ്പോൾ അതിൽ 0ക്കും ട്രാൻസിഷൻ കൊടുത്തിട്ടില്ല, 1നും ട്രാൻസിഷൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറയാം ഇതൊരു NFA ആണെന്ന് പറയാം. ഇനി അതുപോലെ തന്നെ മോർ ദാൻ വൺ ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ 0 വരുമ്പോഴത്തേനും എനിക്ക് ഇവിടെ Q1 പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എഡ്ജും കൂടെ കൊടുത്തിട്ട് ഒരു 0 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താ? എയ്തർ ഐ ക്യാൻ ചൂസ് ടു ഗോ ടു സ്റ്റേറ്റ് Q1 ഓർ സ്റ്റേ ഇൻ Q0. ഈ രണ്ടിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എനിക്ക് എടുക്കാം എന്നുള്ളതാണ്. അതായത് മോർ ദാൻ വൺ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് NFA എന്ന് പറയുന്നത്. അതേസമയം DFA ആണെങ്കിൽ ഇങ്ങനെ മോർ ദാൻ വൺ ട്രാൻസിഷൻ അലൗഡ് അല്ല. അത് മാത്രമല്ല എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ട് സിമ്പിളിനും ട്രാൻസിഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ Q0യിൽ 0യും 1ഉം കൊടുത്തതുപോലെ തന്നെ Q1 ഞാനിപ്പോൾ ഇവിടെ 0 കൊടുത്തു. അതുപോലെ Q1 ഞാൻ 1ന് ഒരു ട്രാൻസിഷൻ കൊടുത്തിരിക്കണം. അതുപോലെ അത് കഴിഞ്ഞിട്ട് Q2 വരുന്ന സമയത്ത് Q2ൽ 0 ആണോ 1 ആണോ എന്നുള്ളത് നമ്മളൊരു ട്രാൻസിഷനായിട്ട് പറഞ്ഞിരിക്കണം. ഇങ്ങനെ നിർബന്ധം വരുന്നതാണ് DFA എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് കൺസ്ട്രെയിൻസ് ബേസ്ഡ് ആയിട്ട് വരുന്നതാണ് DFA. NFA എന്ന് പറയുന്നത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഞാൻ വരച്ച ഈ ഒരു DFA ഈ പറയുന്ന ഫൈനൈറ്റ് ഓട്ടോമേറ്റ അല്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ഒരു
DFA എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ആ ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു DFA ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജിൽ പറയുന്നത് എവറി സ്ട്രിങ്സ് എൻഡിങ് ഇൻ 00 ഓവർ ദ ആൽഫബറ്റ് സിഗ്മ ഈക്വൽ ടു 0,1. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഈ ഒരു ലാംഗ്വേജിനകത്ത് വരുന്ന സ്ട്രിങ്സ് എന്ന് പറയുന്നത് 0യും 1ഉം ചേരുന്ന കോമ്പിനേഷൻസ് ആണ്. ആ കോമ്പിനേഷൻസിൽ തന്നെ എല്ലാ സ്ട്രിങ്ങിൻ്റെയും എൻഡിങ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 00 ആയിരിക്കണം. 00യിൽ അവസാനിക്കുന്ന സ്ട്രിങ്സിനെയാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു DFA നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ലാംഗ്വേജ് എഴുതുക എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് പോസിബിളായിട്ട് വരാൻ സാധ്യതയുള്ള സ്ട്രിങ്സിൻ്റെ ഗ്രൂപ്പ് ആദ്യം എഴുതുക. ഇപ്പോൾ 0, 1 ആണ് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു സ്ട്രിങ് 00യിൽ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇതിൻ്റെ മെമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഏറ്റവും മിനിമം സ്ട്രിങ് 00യിൽ എൻഡ് ചെയ്യുന്ന ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് 00 തന്നെയാണ്. അപ്പോൾ ഈ ലാംഗ്വേജിൽ ആദ്യം വരുന്ന സ്ട്രിങ് എന്ന് പറയുന്നത് 00 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം ഇതിന് മുമ്പ് രണ്ടെണ്ണം അവസാനത്തത് 00. ഇനി ഇതിന് മുമ്പ് എന്തെങ്കിലും വരാം, 0യോ 1ഓ എന്ത് വേണേലും വരാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 ഡിജിറ്റിനെ നമ്മൾ എഴുതുവാണെങ്കിൽ 0, 0, 0 വരാം, 3 0. അതല്ലെങ്കിൽ 1, 0, 0 വരാം. ഓക്കെ, ഇനി അടുത്ത 4 ഡിജിറ്റ് നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ 4 0 വരാം, പിന്നെ 0, 1, 0, 0 വരാം, 1, 0, 0, 0 വരാം, 1, 1, 0, 0 വരാം. ഇനി അടുത്ത 5 ഡിജിറ്റ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലാംഗ്വേജിനകത്തുള്ള പോസിബിൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രിങ്സ് ആദ്യം എഴുതുക, അതിൻ്റെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം ഇനിയാണ് നമ്മൾ DFA ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ ചെയ്യാനായിട്ട് ഇതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങിനെ എടുക്കുക. ഇവിടെ മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് 00 ആണ്. അപ്പോൾ ആ മിനിമം സ്ട്രിങ്ങിനെ ഞാൻ എടുക്കുന്നു. ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് വരച്ചു. ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ ആദ്യത്തെ ഇൻപുട്ടായിട്ട് ഈ ഫസ്റ്റ് 0നെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ അത് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നു. അതായത് നമുക്കിപ്പോൾ 0, 0 ഈ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനെ തന്നെ നമ്മൾ ഫൈനൽ സ്റ്റേറ്റും ആക്കി വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏത് സിമ്പൽ വന്നാലും അത് കയറി അക്സെപ്റ്റ് ആവും. അപ്പോൾ ആദ്യത്തെ 0 വരുമ്പോൾ ഞാനിപ്പം വേറൊരു സ്റ്റേറ്റിലേക്ക് കൊടുത്തു. ദെൻ അതിന് ശേഷം ഈ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റിൽ 0 കിട്ടുമ്പോഴാണ് Q1ൽ വരുന്നത്. വീണ്ടും ഒരു 0യും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 0, 0 എന്നുള്ള ആ ഒരു സ്ട്രിങ് കിട്ടും. ആ ഒരു സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാം. അപ്പം ഇത് പോകുന്നത് എവിടെയായിരിക്കും, ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്കായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഇത് NFA ആണ്. ഇപ്പം വരച്ചത് NFA ആണ്, നമ്മൾ എല്ലാ ട്രാൻസിഷൻസ് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് DFA ആണ്. അപ്പോൾ DFA ആയിട്ട് വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം എന്താണ്, എല്ലാ സ്റ്റേറ്റിനും എല്ലാ ഇൻപുട്ട് സിമ്പലിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വേണം, ട്രാൻസിഷൻസ് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. അപ്പോൾ ആദ്യം Q0 നോക്കിക്കഴിഞ്ഞാൽ Q0ൽ 0 അപ്ലൈ ചെയ്തപ്പം അത് Q1ലേക്ക് പോയി. അപ്പോൾ അത് 0 ട്രാൻസിഷൻ കിട്ടി. അടുത്ത് Q0ൽ തന്നെ 1 ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 1 ആണ് വരുന്നതെങ്കിൽ ആദ്യം എനിക്കൊരു 1 വന്നു. 1 വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 2 0 വന്നാലേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 2 1 വന്നാലോ, 2 1 വന്നാലും പിന്നെ വീണ്ടും 2 0 വരണം, എന്നാലേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടുന്ന് Q0ൽ നിന്ന് ഒരു 1 കൊടുത്ത് Q1ൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു 1 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക, ഇവിടെ Q0 എന്ന് നേരെ Q1ലേക്ക് 1 കിട്ടുമ്പം വരും. അവിടെ നിന്നൊരു 0 കിട്ടിക്കഴിഞ്ഞാൽ അത് Q2ലെത്തും. അങ്ങനെ വന്നാൽ അത് 1 0നെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ആ 1 0 നമ്മുടെ ഈ പറയുന്ന ലാംഗ്വേജിലുള്ള സ്ട്രിങ് അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ Q0ൽ നിന്നുകൊണ്ട് 1 കിട്ടിയാൽ നേരെ Q2ൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് 1നെ നേരെ കയറി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ലാംഗ്വേജിൽ ഇല്ലാത്തത് കൊണ്ട് ആ ട്രാൻസിഷന് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ എന്നുള്ളതാണ്. 1 കിട്ടിയാൽ അത് Q0ൽ തന്നെ നിൽക്കുന്നു.
അപ്പോൾ എത്ര 1 വന്നാലും അതിവിടെ Q0 തന്നെ നിൽക്കും. എന്നിട്ട് എപ്പോഴാണോ ഒരു 0 കിട്ടുന്നത് അന്നേരം ഇത് Q1 വരുന്നു. ദെൻ അതിനുശേഷം വീണ്ടും ഒരു 0 കിട്ടുമ്പോൾ Q2 പോകുന്നു. അപ്പം നമുക്ക് ഈ 1100 11100 ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ നമുക്ക് എല്ലാം അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അതിനുശേഷം അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും Q0ക്ക് 1ൻ്റെ ട്രാൻസിഷനായി 0യുടെ ട്രാൻസിഷനായി. അടുത്ത് Q1 നോക്കുമ്പോൾ Q1ന് 0യുടെ ട്രാൻസിഷൻ വന്നു, പക്ഷേ 1ൻ്റെ ട്രാൻസിഷൻ വന്നിട്ടില്ല. ഇനി Q1ൽ ഞാൻ 1ൻ്റെ ട്രാൻസിഷൻ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. Q1ൽ ഞാൻ 1 നേരെ ഇങ്ങോട്ടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഒരു 0 കിട്ടി 1 വന്നാൽ ഇത് Q2 ഫൈനൽ സ്റ്റേറ്റിലെത്തും. അതായത് 0-1നെ ഇത് അക്സെപ്റ്റ് ചെയ്യും. 0-1 എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജിൽ ഇല്ലാത്ത സ്ട്രിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി Q1ൽ തന്നെ നിൽക്കുക എന്ന് വിചാരിക്കുക, 1 കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് സംഭവിക്കും? 0-1-0 വരുമ്പോൾ അത് Q2 റീച്ച് ആവും. അപ്പോൾ അതും പറ്റത്തില്ല. അടുത്ത പോസിബിലിറ്റി നമുക്ക് Q1ൽ നിന്ന് 1ലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 0 വന്നു കഴിഞ്ഞാൽ അടുത്ത് 1 ആണ് വരുന്നതെങ്കിൽ അത് Q0 എത്തും. വീണ്ടും 1 വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ തന്നെ നിൽക്കും. വീണ്ടും 0 ആണ് വരുന്നതെങ്കിൽ ഇവിടെ വരും. വീണ്ടും ഒരു 0 കിട്ടിയാൽ, അതായത് 2 0 കണ്ടിന്യൂസ് കിട്ടിയാൽ മാത്രമേ അത് Q2 മാറിപ്പോകത്തുള്ളൂ. അപ്പോൾ ശരിക്കും അതല്ലേ നമുക്കുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് വരേണ്ട ട്രാൻസിഷൻ. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ഇവിടെ ഇങ്ങോട്ടേക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണ്. Q0 സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്, ദെൻ ഇവിടെ നിന്ന് നമുക്ക് 0 കിട്ടിയാൽ അത് Q1 പോകുന്നു. Q1ൽ നിന്നുകൊണ്ട് 0 കിട്ടുമ്പോൾ അത് Q2 ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് റീച്ച് ചെയ്യുന്നു. നമ്മൾ നേരത്തെ വരച്ചതനുസരിച്ച് Q0ൽ 1ൻ്റെ ട്രാൻസിഷൻ അവിടെ തന്നെയാണ്. Q1ൽ 1ൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് Q0 പോകുന്നത്. ഇനി അടുത്ത് Q2ൻ്റെ കേസാണ്. Q2ൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q2ൽ 1ഉം 0യും കൊടുത്തിട്ടില്ല. 1ഉം കൊടുക്കണം, 0യും കൊടുക്കണം. 1 ആണ് വരുന്നതെങ്കിൽ 1 വന്നു കഴിഞ്ഞാൽ വീണ്ടും 2 0 വന്നാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം 2 0 കിട്ടണമെങ്കിൽ അത് നേരെ Q0ൽ പോയാലേ 2 0 അവിടെ കിട്ടത്തുള്ളൂ. അപ്പോൾ 1 വന്നു കഴിഞ്ഞാൽ നേരെ Q0 പോകാൻ പറയുന്നു. അങ്ങനെ വരുമ്പോൾ അത് നേരെ അവിടെ പോയിട്ട് വീണ്ടും ഒരു 2 0 വന്നാൽ മാത്രമേ അത് Q2 റീച്ച് ആവത്തുള്ളൂ. ഇനി Q2ൽ 0 വരുന്നു, ഒരു 0 വന്നു കഴിഞ്ഞാൽ ഇനി ഒരു 0യും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ് റീച്ച് ആക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ Q1 കൊടുക്കും. അപ്പോൾ അവിടെ Q1 ചെന്നിട്ട് വീണ്ടും ഒരു 0 കിട്ടുമ്പോൾ അത് Q2 റീച്ച് ആവും. അപ്പം അത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. ആ സ്ട്രിങ്ങിനെ അത് അക്സെപ്റ്റ് ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഒരു DFAനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയത് വെച്ചിട്ട് നമ്മളൊരു DFA ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ലാംഗ്വേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DFA ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇതിപ്പോൾ നമ്മൾ വരച്ചത് ട്രാൻസിഷൻ ഡയഗ്രമാണ് വരച്ചത്. ബാക്കി റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ നേരം Q സിഗ്മ ഡെൽ Q0 F ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൽ Q എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇവിടെ Q0 ഉണ്ട്, Q1 ഉണ്ട്, Q2 ഉണ്ട്. ഇത്രയും സ്റ്റേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് സിമ്പിൾസ് ആണ്. ഇവിടെ ഇൻപുട്ട് സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 0യും 1ഉം ആണ്. ഇനി ഡെൽ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എല്ലാ ട്രാൻസിഷൻ ഫങ്ഷൻസും നമ്മൾ ആക്ച്വലി എഴുതണം. Q0ൽ 0 വന്നു കഴിഞ്ഞാൽ നേരെ അത് Q1 പോകുന്നത്. ദെൻ അതുപോലെ തന്നെ ഡെൽ ഓഫ് Q0ൽ 1 വന്നു കഴിഞ്ഞാൽ അത് Q0ൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ആരോ എഡ്ജസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ട്രാൻസിഷൻ എഴുതണം, ഡെൽ ഫംഗ്ഷൻ എഴുതണം. ദെൻ Q0 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണ്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് നമുക്ക് Q0 തന്നെയാണ്. അപ്പോൾ അതാണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഫൈനൽ സ്റ്റേറ്റ് F എന്ന് പറയുന്നത് നമുക്കിവിടെ Q2 ആണ്. ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ് വരുന്നത്. അപ്പോൾ Q2 ആണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എഴുതുന്നത്. ഇനി ഇതിൻ്റെ തന്നെ ട്രാൻസിഷൻ ടേബിൾ എഴുതി കഴിഞ്ഞാൽ ട്രാൻസിഷൻ ടേബിൾ ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇതിനകത്തുള്ള സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് Q0, Q1,
Q2. ഇൻപുട്ട് സിമ്പിൾസ് എന്ന് പറയുന്നത് 0യും 1ഉമാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് Q0യും ഫൈനൽ സ്റ്റേറ്റ് Q2 ആണ്. അപ്പോൾ ഇവിടെ Q0യിൽ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Q1ലേക്കാണ് പോകുന്നത്. Q0യിൽ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Q0യിൽ തന്നെ നിൽക്കുന്നു. ദെൻ Q1ൽ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q2ലേക്ക് പോകുന്നു. Q1ൽ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Q1ൽ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Q0ലേക്ക് പോകുന്നു. ദെൻ Q2ൽ 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Q1ലേക്ക് പോകുന്നു. Q2ൽ 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് Q0ലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ടേബിൾ ഫോമാറ്റിൽ നമ്മളത് എഴുതി കഴിഞ്ഞാൽ അതാണ് ട്രാൻസിഷൻ ടേബിൾ. ഈ 3 രീതിയിൽ നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ ഡിസൈൻ ചെയ്യുന്നത്. ഒരു DFA ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സ്ട്രിങ്സിൻ്റെ പാറ്റേൺസ് മനസ്സിലാക്കുക. എന്നിട്ട് ആ പാറ്റേൺസ് വരുന്ന സ്ട്രിങ്സ് എല്ലാം തന്നെ സെറ്റാക്കിയിട്ട് അതിൻ്റെ ലാംഗ്വേജിൽ വരുന്ന പോസിബിൾ സ്ട്രിങ്സ് നമ്മളൊന്ന് എടുത്തെഴുതിയതിന് ശേഷം ഏറ്റവും ചെറിയ സ്ട്രിങ് അതിനകത്ത് ഏതാണോ വരുന്നത് ആ സ്ട്രിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓട്ടോമേറ്റ ആദ്യം വരയ്ക്കുക. ഓക്കെ. ദെൻ അതിനുശേഷം എല്ലാ സ്റ്റേറ്റിലും എല്ലാ ഇൻപുട്ടിനും ട്രാൻസിഷൻസ് വന്നോ നോക്കുക. ആ വന്നിട്ടില്ലാത്ത ഇൻപുട്ട് സിമ്പിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസിഷൻസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു DFAനെ ഡിസൈൻ ചെയ്യുന്നത്.